ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ടും പ്രൈസ് ദി ലോർഡ്, ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നതുകൊണ്ടും ഇന്ന് പകൽക്കാലം വാസ്തവമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനും നിങ്ങളുടെ ജീവനുള്ള ആരാധനയിൽ എനിക്കും പങ്കുകൊള്ളുവാൻ, എനിക്ക് എൻ്റെ കുടുംബത്തിനും പങ്കുകൊള്ളുവാൻ തക്കണം ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ആൾ കർത്താവിൻ്റെ ദാസന്മാർക്ക്, പ്രത്യേകിച്ച് ഇവിടെ വിശ്വസിക്കുന്നതായിട്ടുള്ള കർത്താവിൻ്റെ വിലപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസന്, മറ്റുള്ള ദൈവദാസന്മാർ, അതുപോലെ എനിക്ക് സ്നേഹവും പരിചയവും അതുപോലെ തന്നെ ഒന്നിച്ച് ഈ നാട്ടിലെ പഴയ കാലങ്ങളിൽ ഒന്നിച്ച് സഹകരിച്ചും ഒന്നിച്ച് ആരാധിച്ചും ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചുമൊക്കെ ഉള്ളതായിട്ട് അനേക പ്രായമുള്ളതായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരൊക്കെയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ്. അതുപോലെ എനിക്ക് പരിചയമില്ലാത്തതായിട്ടുള്ള പല യുവതി യുവാക്കന്മാരിവിടെയുണ്ട്, ചെറുപ്പ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ ആ സ്നേഹമുള്ള മുഖവും നിങ്ങളെ ആ ചിരിയും ഒക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് വിലപ്പെട്ടതായുള്ള അവസരം നമുക്ക് തന്നു. കഴിഞ്ഞ സമയം അതെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കയിലും ഞങ്ങളെ ദൈവം ശക്തമായിട്ട് ഞങ്ങളെ പരിപാലിച്ചു. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ശുശ്രൂഷ ദൈവം നന്നായിട്ടുള്ള തിരുനാൾ കൃപയ്ക്കനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയും കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ 2.5 മാസമായി ഞങ്ങളിവിടെ കടന്നു വന്നിട്ട്, എന്നാൽ കർത്താവിന്റെ ദാസന് ഒരു പ്രാവശ്യം ഇവിടെ വരണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതുപോലെ വിളിച്ചതാണ്, എന്നാൽ സാധിച്ചില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു, കർത്താവിന്റെ ദാസനെ ഓർമ്മിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് അങ്ങനെ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം അങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് കടന്നു വന്ന എല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയം ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം കേട്ട് ശക്തി പ്രാപിച്ച് നമ്മൾ ഒരു പുതിയ ഒരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന് ഇവിടെ ഭക്തൻ ആരാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതായിട്ടുള്ള വിഷയം തന്നെയാണല്ലോ. ഏകദേശം കർത്താവിന്റെ ദാസൻ പറയുന്ന ചിന്തിച്ച് ആ വാക്യങ്ങളൊന്നും എടുക്കല്ലേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രസംഗങ്ങളെ തമ്മിൽ അല്ലെ വാക്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾ ദൈവമാണെന്ന് എനിക്കിത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വേണ്ടിയായി. ഭക്തിയുടേതായിട്ടുള്ള 7 ചിന്താഗതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവഭക്തന്റെ 7 തികഞ്ഞ ഗുണങ്ങളെക്കുറിച്ച് കർത്താവിന്റെ ദാസനെ ഇവിടെ പറയുവാൻ തക്കണം വേണ്ടിയായി. എന്നാൽ ഞാൻ ചിന്തിക്കാൻ പോകുന്ന ആളെ കാര്യങ്ങൾ അതിനോട് വളരെ യോജിച്ചതായിട്ടുള്ള നീതിമാന്റേതായിട്ടുള്ള ആ വഴികൾ, അതേക്കുറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു, നീതി പ്രവർത്തികൾ എന്താണ്, നീതിപൂർവ്വം നമ്മൾ ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന ഉള്ള ഗുണങ്ങളെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ചില വാക്യങ്ങൾ ഞാൻ ടച്ച് ചെയ്യുന്നിരിക്കും. എന്നാൽ വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇരിക്കാം. അതിന്റെ പ്രാരംഭമായിട്ട് നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഒടുവിലത്തെ വാക്യം ഓർത്തോണം, നീതി എന്ന ഫലം കൊയ്യുവാനായിട്ട് സാധിക്കുന്നത് ആർക്കാണെന്നുള്ള കാര്യമാണ്. അതിലേതെല്ലാം ഗുണവിശേഷങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ 7 പോയിന്റ് അതിലും അടങ്ങിയിരിപ്പുണ്ട്. അത് ഞാൻ ഞങ്ങളോട് പറയാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നീ അതിശ്രേഷ്ഠനായ ദൈവമാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിലകളും നിലപാടുകളും ഒക്കെയും
ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ കാലം ദൈവദാസന്മാരിൽ ശക്തമായ ദൈവം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. തുടർന്നും കർത്താവെ ആ ആർത്തിയോടെ വാഞ്ചയോടുകൂടി ദൈവവചനം ശ്രമിക്കുവാൻ ആവശ്യമുള്ള കൃപ ഓരോരുത്തരുടെ മേലും പതിയെ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന ആൾ എളിവനും കേൾക്കുന്നതായുള്ള ദൈവമക്കൾക്ക് ഒരുപോലെ അത് അനുഗ്രഹമായി തീരുമാനം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ ധന്യ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്പരിട്ട് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒന്നാമത് നിർമ്മലവും എന്ന് പറഞ്ഞാല് കലർപ്പില്ലാത്തതായിട്ടുള്ള ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. നിർമ്മലമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിർമ്മലമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാം, നിർമ്മലമല്ലാത്തതുണ്ട്, കലർപ്പുള്ളതുണ്ട്. അപ്പൊ കലർപ്പില്ലാത്തതിനെയാണ് നിർമ്മലം എന്ന് പറയുന്നത്. പല സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവിടെ പരിശുദ്ധ എണ്ണ, പരിശുദ്ധമായിട്ടുള്ള കാപ്പിപ്പൊടി എന്നൊക്കെ അത് ലേബലുണ്ട്. എന്നാൽ ഇത് ക്രിസ്ത്യജീവൻ എന്ന് പറഞ്ഞാൽ ലേബലല്ല എന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനപ്രകാരം നമ്മളെ വിളിച്ചു വേർതിരിച്ച് നമ്മളെ ദൈവമക്കളും അവകാശികളുമാക്കി തീർത്തത് നിർവ്യാജ ഹൃദയത്തോടുകൂടി കർത്താവിനെ നമ്മൾ പിൻപറ്റുന്നതിനും അനുസരിക്കുന്നതിനും ആ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിയമുള്ള ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ളത് നിർമ്മല ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കള് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും വിശുദ്ധരായിരിപ്പീൻ. എന്റെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിർമ്മലനായിരിക്കുക നിങ്ങളും അങ്ങനെ ആയിരിപ്പീൻ എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ആ ഒരു നിർമ്മല കലർപ്പില്ലാത്തതായിട്ടുള്ള വേറൊന്നുമായിട്ട് യോജിച്ചതായിട്ട് അന്ന് ചേർത്ത് വെച്ചിട്ട് ഉള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ്. പ്രിയമുള്ള രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ട് ആർക്കും യാത്ര ചെയ്യുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു തോണിയിൽ മാത്രമേ കാൽ വെച്ചുകൊണ്ട് പരിശുദ്ധിയില്ലാത്തതായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു യാത്രയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതമെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നിർമ്മലതയോടുകൂടിയുള്ള ക്രിസ്ത്യ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അനേക വാക്യങ്ങൾ അത് ഞാൻ പറയുവാനായിട്ട് വന്നാൽ വാക്യങ്ങളിലേക്കൊന്നും കടക്കുവാനൊക്കെ വേണം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പോയി. ഒന്ന് നിർമ്മലമായിരിക്കണം, പിന്നെ പറയുന്നത് സമാധാനം നിറഞ്ഞതായിരിക്കണം. ക്രിസ്ത്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠകരമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള ന്യായപൂർണമായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ അടുത്ത പടി എന്ന് പറഞ്ഞാൽ സമാധാനം നിറഞ്ഞതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സമാധാനം നമ്മൾ കാംക്ഷിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനുള്ള ഒരു മനസ്സുള്ളവരായിരിക്കണം. കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്ന പോലെയല്ലയാണ് നിങ്ങൾ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ശ്രേഷ്ഠകരമായ ദിവ്യമായിട്ടുള്ള ഒരു സ്വർഗീയ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളെ അങ്ങ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതായിട്ടുള്ള സമാധാനം. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്. യേശു പറയാണ്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്, എന്നെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, വലിയ കാറുണ്ടെങ്കിലും, വലിയ മാളിക ഉണ്ടെങ്കിലും, ജീവിത സൗകര്യം ഉണ്ടെങ്കിലും, നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, എല്ലാം ഉണ്ടാക്കിയിട്ട് സമാധാനമില്ലാതെ, സൗകര്യത ഇല്ലാതെ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്തുപോലെ എത്ര പേര് നമുക്ക് കാണുവാനൊക്കെ വേണം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള സമാധാനം നമ്മൾ പ്രാപിക്കുക, ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്താൽ ഇനി ഒന്നുമില്ലെങ്കിലും ഉണ്ടല്ലോ ജീവിതത്തിന്റെ അവസാനം വരെ പ്രിയമുള്ളവരെ വിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ സമാധാനത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലുണ്ടല്ലോ അക്കരെ അങ്ങ് എത്തിച്ചെല്ലുവാൻ തക്കവണ്ണം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതെ കടലില് ആ ഓളങ്ങളുടെയും തിരമാളുടെയും മധ്യത്തിൽ ശിഷ്യന്മാരവിടെ വിഷമിക്കുമ്പോഴും ഞങ്ങളെ ആ രക്ഷിക്കുമെന്ന് ആ കർത്താവ് കടലിൽ മേൽ കടന്നു വന്ന് ആ സമാധാനം കൊടുക്കുന്നു നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രൈസ്. ഇന്നും ആ ദൈവത്തിന്റെ ആ സമാധാനം തരുവാൻ തക്കവണ്ണം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനുള്ളതായിട്ടുള്ള ഒരു താല്പര്യം, ഒരു വ്യഗ്രത നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്.
മൂന്നാമതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ശാന്തത. പ്രൈസ് ദി ലോർഡ്. സ്വഭാവത്തിന്റെ ശാന്തത എന്ന് പറഞ്ഞാൽ ജെന്റിൽനെസ്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ശാന്ത സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യ ജീവിതം വളരെ ഗൗരവമുള്ളതായിട്ടുള്ള ഒന്നാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മൾ കേൾക്കുന്നതിനൊക്കെ അങ്ങ് മറുപടി പറയുവാനായിട്ട് കർത്താവിന്റെ ദാസനാ പറഞ്ഞത് നാവിനെ പറ്റി. ഇവിടെ ഈ വിഷയം ഈ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദ പവർ ഓഫ് ടങ് അല്ലെങ്കിൽ നാവിന്റെ ശക്തിയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനൊക്കെ സാധിക്കും. ഒന്ന്, 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2, 3, 4, 5 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശ്രദ്ധിച്ചോണം, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. എല്ലാവരും ചിലതിലെങ്കിലും തെറ്റാത്തവരാരുമില്ലെന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. കർത്താവിന്റെ പാതി സഹോദരനായിട്ടുള്ള അല്ലെ ഹാഫ് ബ്രദർ എന്ന് ഇംഗ്ലീഷ് പറയും. യാക്കോബ് പറയുകയാണ്, നാം എല്ലാവരും, അത് വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെയും പലരും തെറ്റിപ്പോകുവാനായിട്ട് ഇടയുണ്ട്. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തെറ്റാനുള്ള ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. വാക്കാണ്. നമ്മുടെ വാക്കുകൾ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെ തകർക്കുന്നതായിട്ടുള്ള ഒരു വലിയൊരു ഘടകമാണ്, വലിയൊരു കണ്ണിയാണ് ഈ നാക്ക്. ഇതിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ പറയുന്നത്, അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാന്നൊക്കെ, ഇവിടെ ഇതിന്റെ അടുത്ത വാക്യത്തിൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിക്കുള്ള പുരുഷനാകുന്നു. പ്രൈസ്. വാക്കിന് കടിഞ്ഞാൻ ഇടുന്നവന് ആരാണ്? സൽഗുണ പൂർത്തി പ്രാപിക്കുന്നതാണ്. അപ്പോൾ എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ ഏവരും സൽഗുണപൂർണനായിരിക്കും. കർത്താവിന്റെ ആ പർവ്വതാരോഹണ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്ന കാരണമാണ് എന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഏവരും സൽഗുണപൂർണരായിരിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സൽഗുണ പൂർണ്ണത നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരേ ഒരു ശക്തി ഉള്ളതായിട്ടുള്ള ഒരവയമാണ് നാക്ക്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ കർത്താവിന്റെ ദാസന് അതേപറ്റി ഓർമ്മിപ്പിക്കുക എന്നൊക്കെ നമ്മുടെ പ്രൈസ് പ്രിയങ്ങൾ. അതിന് കടിഞ്ഞാണ് ഇടുകയാണെങ്കിൽ എന്താ ഇവിടെ പറയുന്നത്? സൽഗുണ പ്രവൃത്തി പ്രാപിക്കുക എന്നൊക്കെയാണ് സാധിക്കും. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരുടെ അനുഗ്രഹത്തെ എടുത്തു കളയുന്നതായിട്ടുള്ള, കാർന്ന് തിന്നുന്നതായിട്ടുള്ള, ഇല്ലാതാക്കുന്നതായിട്ടുള്ള, ദുഃഖവും നിരാശയും കൊടുക്കുന്നതായിട്ടുള്ള ഒന്നാണ് നമ്മുടെ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ആ വാക്കുകൾ നമ്മൾ പറയണമെങ്കിൽ നാക്കുണ്ടൊക്കെ, നാക്കില്ലാത്തവരൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനോട് പറഞ്ഞ പോലെ സംസാര ശേഷി ഒരു കാലത്തല്ല ദൈവം കൊടുത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്റെ അറിവിന് അനുസരിച്ച് ഇന്ന് ശക്തിയോടെ ദൈവവചനം ശക്തിയുള്ള വാക്യങ്ങൾ പറയുവാന്നൊക്കെ ഇടയായല്ലോ. അതിന്റെ ഓർഡർ അനുസരിച്ച്, ദൈവം കൊടുത്ത അനുസരിച്ച്, ശക്തിക്കനുസരിച്ച്, അതിരങ്ങളുടെ ആ ശക്തിക്കനുസരിച്ചൊക്കെ തനിക്ക് ലഭിച്ചതായിട്ടുള്ള അതിരത്തിന്റെ ശക്തി, നാക്ക് ദൈവത്തിന്റെ വചനം വിളമ്പുവാൻ വേണ്ടി പവർഫുൾ ആയിട്ട് അത് പറയുവാന്നൊക്കെയാണ് അന്ന് ഉപയോഗിച്ച്. പ്രിയമുള്ളവര്, വാസ്തവമായിട്ട് നാക്കിന് നല്ല ശക്തി ഉള്ളവര് അത് അതിനുവേണ്ടി ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഇവിടെ അതിന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇത് ഈ അവയവം അല്ലെങ്കിൽ ഒരേ ദ്വാരം എന്ന് പറയാം, വായെന്ന് പറയുന്ന ഒരു ദ്വാരത്തിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നാക്കെന്ന് പറയുന്നത്, ഇല്ലേ? അതിൽ നിന്ന്, അപ്പൊ ഈ ആ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള വാക്കുകൾ എങ്ങനെയായിരിക്കും? മാധുര്യമുള്ളതായിരിക്കണം, അല്ലേ? കയ്പ് ഒരിക്കലും വരുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. എന്നാൽ കയ്പ് വരുന്ന എന്താണ്? ഈ നാക്ക് കൂട്ടി കുഴയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത്. പ്രൈസ്. അല്ലെങ്കിലുണ്ടല്ലോ ഈ നാക്കിന്റെ പവറൊന്ന് കുറച്ചിട്ട് ഈ നാക്കിന്റെ കടിഞ്ഞാണ് പിതാവായ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്റെ കർത്താവ് എനിക്ക് നാക്കിന് കടിഞ്ഞാനിട്ടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണിത്. യാക്കോബ് ഇത് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്കറിയാം കപ്പൽ എന്ന് പറയുന്നത്, കപ്പൽ വലിയ ഒരു പഴയ കാലത്തെ കപ്പൽ. ഇന്നത്തെ കാലത്ത് 15-20 നിലയുള്ള കപ്പലുണ്ട്. 9 വരെ നിലയുള്ള കപ്പലിൽ, ഇതുപോലെ ആഡംബര കപ്പലിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ എത്ര വലുതാണെന്ന് അറിയാം. അതിന്റെ നീളം തന്നെ ഏകദേശം ഒരു ഫർലോങ്ങോളം നീളം തന്നെയുണ്ട്. അത് കടലിൽ പോകുന്നെങ്കിലുണ്ടല്ലോ അതിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള കപ്പിത്താന് അതിന് ചുക്കാൻ പിടിച്ചാൽ നിയന്ത്രിക്കുക. എത്ര വലുതാണെങ്കിൽ എത്ര അതിന് അനേക മോട്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെഷീൻസ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, ഒത്തിരി ടൺസ് കണക്കിന് അതിന് വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിന് നിയന്ത്രിക്കുവാന്നൊക്കെ വേണം ഒരു ചെറിയ ആ കപ്പിത്താന്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ആ സ്റ്റിയറിംഗ് മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. പഴയ കാലത്ത് അത് നങ്കൂര അത് പറയുന്നത് നിയന്ത്രിക്കുന്ന ആൾ ചുക്കാൻ എന്നാ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത്. ആ ചുക്കാൻ ഇന്നിപ്പോ അത് ബട്ടൺ മതി. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ കറക്കുക, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വണ്ടി ഓടിക്കുന്ന പോലെ കറക്കി എടുത്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? കപ്പിത്താന്റെ
കയ്യിലാണ് സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. അതുപോലെ വേറൊന്ന് കുതിരയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കുതിര എത്ര വലിയ ശക്തിയാണ്. നമ്മൾ ഓരോ കാര്യം, ഓരോ മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ അളക്കുന്നത് കുതിരശക്തി കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുതിര എത്ര ശക്തിയുള്ളതെങ്കിലും ഉണ്ടല്ലോ, അതൊരു കടിഞ്ഞാണ് അതിന്റെ വായിൽ കൂടെ ഇടുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആ കുതിരപ്പുറത്തിരിക്കുന്ന ആളിന്റെ കയ്യില് ആ കടിഞ്ഞാണിന്റെ ഒരറ്റം പിടിച്ച് അതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എത്ര വലിയ ശക്തിയുള്ള കുതിരയാണെങ്കിലും അതിനെ നിയന്ത്രിച്ച് പോകേണ്ട ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കപ്പൽ പോകേണ്ട സ്ഥാനം, അമേരിക്കയിൽ നിന്നുള്ള പോകുന്ന ആൾ ഒരു കപ്പൽ അത് ലണ്ടൻ തുറമുഖത്ത് എത്തണമെങ്കിൽ പ്രിയമുള്ളവരെ ആ കപ്പിത്താന്റെ ആ അറിവനുസരിച്ച്, അല്ലെങ്കിൽ താൻ അതിന്റെ ആ അറിവിനേക്കാൾ അപ്പുറമായിട്ട് തന്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റിയറിംഗ് ആ പിടിക്കുന്നതായിട്ടുള്ള തന്റേതായിട്ടുള്ള ആ ജ്ഞാനമനുസരിച്ചാണ്. അതിന് വേറൊരു വാക്ക് ഇവിടെ പറയുന്നത് സ്വർഗീയ ജ്ഞാനം എന്നാണ്. നമ്മൾ ആദ്യം വായിച്ച പ്രൈസ് ഈ അറിവിനെ പറ്റി പറയാൻ ദൈവിക ജ്ഞാനം. അങ്ങനെയല്ല നമ്മൾ വായിച്ച ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ പ്രൈസ് ഒന്നാമത്. അപ്പൊ അങ്ങനെ തുടങ്ങും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദ നോളജ് ദാറ്റ് കംസ് ഫ്രം ഹെവൻ, ഉയരത്തുള്ള ജ്ഞാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പ്രിയ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ജ്ഞാനം അറിയുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കാര്യങ്ങൾ പറയുവാൻ, 3 കാര്യങ്ങൾ പറയും. ഒന്ന് നിർമ്മലത, പ്രൈസ് ദി ലോർഡ്, പവിത്രമായ ഒരു ജീവിതം. 2ാമത് സമാധാനകാംക്ഷികളായിരിക്കണം ദൈവമക്കൾ. 3ാമത് ശാന്തതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ശാന്തന്മാരാക്കണമെങ്കിൽ, പ്രൈസ് ഇഷ്ടത്തിന് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആ ജീവിതത്തിന്റെ കടിഞ്ഞാണ് ആരുടെ കൈവശമായിരിക്കണം? സ്വർഗം നിയന്ത്രിക്കണം, ഇല്ലേ? സ്വർഗം നിയന്ത്രിച്ചെങ്കിലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവമക്കളെ നിയന്ത്രിക്കേണ്ടത് ആരായിരിക്കണം? പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവുമായിരിക്കണം. അതിനുവേണ്ടി നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ചെടുക്കണം. അടുത്തായിട്ട് പറയുന്നത് അനുസരണമുള്ളതായിരിക്കണം. ദൈവമക്കൾക്ക് ഇന്ന് ഇല്ലാത്ത ഒരു കാര്യമാണ് അനുസരണമുള്ളവർ. ധാരാളം വന്നാൽ ആ കൂട്ടത്തില് അനുസരണമില്ലാത്തവരുമുണ്ട്, ഇല്ലേ? നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഞാൻ വേഗം പറയും, അതവരെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് സമയമില്ല. കരുണയുള്ളവരായിരിക്കണം. പിന്നെ അതുപോലെ അടുത്ത പറയുന്നത് കരുണയുള്ളവരും സൽഫലം നിറഞ്ഞവരും ആയിരിക്കണം. പ്രൈസ്. അത് 1-2 കാര്യങ്ങൾ അതേപ്പറ്റി. കരുണ എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള ദയാണ് കരുണ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യത്തിൽ അത് വേണ്ട. കർത്താവ് പറഞ്ഞ ആ ഉപമകളിൽ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ഉപമയാണ് നല്ല ശമരിയക്കാരന്റെ ആ ഉപമ, ഇല്ലേ? അതിൻ്റെ അകത്ത് കരുണ തോന്നിയതാണ് കർത്താവിനെ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ശമരിയക്കാരനെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. പുരോഹിതനും ലേവിനും ഒക്കെ ഒരു ബിസി ലൈഫില് അത് മറ്റാരെങ്കിലും ചെയ്യട്ടെ, ഇതെന്റെ കടമയല്ല എന്നുള്ള ചിന്താഗതിയിൽ അവർ മാറിപ്പോകുമ്പോൾ ഉണ്ടല്ലോ, മുറിവേറ്റവനെ ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ അവനിങ്ങനെ പറയും, ഞാൻ കാലൊച്ച കേട്ടപ്പോൾ, ഈ കുളമ്പടിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന്. പക്ഷെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചവരാരും എന്നെ രക്ഷിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാലുണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോൾ ഒരു ശമരിയക്കാരൻ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന് ഞാൻ വിചാരിച്ചു ഇവൻ ശമരിയക്കാരനായതുകൊണ്ട് അവനെ കടന്നു പോകുന്ന പക്ഷേ എന്റെ ആ ചിന്താഗതി തെറ്റിക്കത്തക്ക രീതിയിൽ അവൻ എന്റെ അടുത്ത് ഈ കടന്നു പോകുന്നു. എനിക്ക് വലിയ ആശ്വാസമായി. ഈ ആശ്വാസം എനിക്ക് നേരത്തെ ഞാൻ തോന്നി, പക്ഷെങ്കിൽ എനിക്ക് ആശ്വാസത്തിൻ്റെതായിട്ടുള്ള ആ തലോടൽ എനിക്ക് ലഭിച്ചില്ല. എന്നാൽ ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? തന്റെ വസ്ത്രം തന്നെ വലിച്ചീറി ആ മുറിവൊക്കെയും എണ്ണ കൊണ്ട് മുന്തിരിച്ചാറ് ഇട്ട് കഴുകി, അല്ലെങ്കിൽ വൈൻ കൊണ്ട് കഴുകി എണ്ണയൊക്കെ പുരട്ടി ഈ വേണ്ടുപോലുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി അതിനെ മുറിവിനെയൊക്കെയും തുടച്ച് അതിനെ വൃത്തിയാക്കിയിട്ട് അതിനെ കെട്ടിയിട്ട് സത്യത്തിലേക്ക് കൊണ്ടുപോയില്ലേ? അതാണ് കരുണയും അതുപോലെ തന്നെ ഫലവും. ആ കരുണയുടെ ഫലമായിട്ട് ഒരു ഫലം എന്ന് പറഞ്ഞാൽ പ്രയോജനം ഉണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. ഒരു മുറിവേറ്റവനൊരു പ്രയോജനം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ജീവൻ. ഇവിടെ പറഞ്ഞ സൽഫലം, പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് പ്രയോജനം കൊടുക്കുന്നതായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നമ്മൾ ദൈവം പ്രതീക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ എന്താ പ്രയോജനം? നമ്മൾ ഇവിടെ വന്ന് കുറെ ആരാധിച്ചിട്ട് അങ്ങ് പോയി ദൈവത്തെ 10 സ്തോത്രകാഴ്ചയിട്ട്. എന്നാൽ ജീവിതത്തിൽ പ്രിയമുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ അവരോട് കൂടെ വന്ന് കണ്ണീരൊഴുക്കുകയും അവരോടുകൂടി സഹകരിക്കുകയും അവരുടെ ആ ജീവിതത്തിന്റെ ആ അസുഖത്തെ ആ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നവരാണ് പ്രിയമുള്ളവരെ. ആ താഴ്മയുള്ളവരും അതുപോലെ കരുണയുള്ളവരും അതുപോലെ തന്നെ ആ സൽഫല കാംക്ഷികളും ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അത് മാത്രമല്ല, ഈ ശമരിക്കാരൻ അവിടെ വന്ന് ഇത് കൊടുത്തിട്ട് പറയാണ്,
എനിക്ക് ധൃതിയാണ്, എങ്കിലും ഉണ്ടല്ലോ എന്താ പറഞ്ഞത്, എങ്കിലും ഞാൻ ഇന്ന് രാത്രികാലം ഇവിടെ താമസിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇതിന് എത്ര തുകയാകും, ഒരു ആകെപ്പാടെ ഒരു തുകയൊക്കെ നോക്കിയിട്ട് ഇന്ന് ഇത്ര പൈസ, ആ പൈസയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന് പൈസ കുറഞ്ഞു പോയെന്നുള്ള വിചാരത്തിൽ ശുശ്രൂഷ ഒന്നും കുറയ്ക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ ഞാൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള നമ്മളെ ദൈവമക്കൾക്ക് നമുക്ക് തരുന്ന ഉത്തേജനമാണ് മടങ്ങി വരും എന്നുള്ള. കർത്താവ് നമ്മളെ ഒരു സത്രത്തിലായ, പ്രിയമുള്ള നമ്മളൊരു സത്രത്തിന്റെ അനുഭവത്തിലാണ് ഇന്നിവിടെ. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. പ്രൈസ് ഒരു സത്രത്തിന്റെ ഒരു അനുഭവമാണ്. മുറിവേറ്റവരെ, തകർന്നവരെ, പാപികളെ, ആർക്കും കൊള്ളാത്തവരെ, തെരുവിലുള്ളവരെയൊക്കെ വിളിച്ച് ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സത്രമാണ് ഇത് ഈ ആരാധനാ സ്ഥലം എന്ന് പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. അതിന് പറയുകയാണ്, ഞാൻ പോയാൽ ഞാൻ മടങ്ങി വരും. അത് ആ പ്രത്യാശയുള്ള നമ്മുടെ കർത്താവ് നമ്മളെ ഈ സത്രത്തിലാക്കിയിട്ട് മടങ്ങി വരും എന്ന് പറഞ്ഞാൽ മടങ്ങി വരുമോ ആ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരും, ഞാൻ പോയാൽ ഞാൻ മടങ്ങി വരും പ്രിയ എന്ന് പറഞ്ഞാണ് പോയേക്കുന്നില്ലേ. കർത്താവ് അത് വളരെ ആധികാരികമായിട്ട് പറഞ്ഞോട്ടെ, ഞാൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ള കലങ്ങരുത്, ഭ്രമിക്കരുത്. പ്രൈസ് എന്നില്ലേ, എന്റെ പിതാവിന്റെ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പറയുകയാണ്. ഇവിടെയും അതേ ആ ഒരു ധ്വനിയാണ് ഇവിടെയും കേൾക്കുന്നത്. ഞാൻ മടങ്ങി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്ത പോലെ അവൻ മടങ്ങി വരുമോ എന്നൊക്കെ ഓണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. അടുത്ത പോയിന്റ് ഞാൻ എളുപ്പം പറയുകയാണ്. അടുത്ത പോയിന്റ് ഇവിടെ 6ാമത്തെ പക്ഷപാതം. പക്ഷപാതം എന്ന പക്ഷപാതക്കാരൻ എന്നുള്ള അർത്ഥമല്ല, നടക്കാൻ വയ്യാത്തവനെ മുടന്തൻ എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷപാതം എന്നിവിടെ പറയുന്ന പക്ഷം പിടിക്കുക എന്നുള്ളത്. പക്ഷപാതം ഇല്ലേ, പക്ഷത്തിന്റെ വേറൊരുത്തന്റെ തെറ്റ് ചെയ്തതിന് എന്ന് കുറച്ചുകൂടെ നല്ലയാൾ പറഞ്ഞ, തെറ്റ് ചെയ്തവന് കൂട്ട് നിന്നിട്ട് നീതി ചെയ്യുന്നവനെ തള്ളിക്കളയുന്നതായിട്ടുള്ള ഒരനുഭവം ഇന്നതാ ഉള്ളതില്ലേ. തെറ്റിന് ഏതെങ്കിലും പ്രതിഫലം കിട്ടുമെന്നുള്ള രീതിയിൽ തെറ്റിന് കൂട്ട് നിന്നിട്ട് നീതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത് പക്ഷപാതം എന്ന് പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളിലുണ്ടോ നമ്മൾ ചോദിക്കാം. പ്രിയമുള്ള അത് പാടില്ല. ഞാൻ അതേപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് സമയം നിർത്തേണ്ടത് ഞാൻ മുന്നോട്ട് പോകണം. അടുത്തിവിടെ പറയുന്നത് കപടത. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ വേറെ അതിൽ പറയുന്ന വ്യാജമായിട്ട്. വ്യാജം എന്ന് പറഞ്ഞാൽ അതൊരു നാടകീയമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിനയമാണ് വ്യാജം, അല്ലെ കാപട്യം എന്നൊക്കെ പറയുന്നില്ലേ. വാസ്തവമില്ലാത്തത് ഉണ്ടെന്നും ഉള്ളതില്ലെന്നും ഒക്കെ നടിക്കുന്നതായിട്ടുള്ള അത് പല രീതിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തവൻ ഉള്ളവനെ പോലെ ജീവിക്കാനായിട്ട് അവര് മോഷ്ടിക്കും, മറ്റു കാര്യം ചെയ്യും, കള്ളത്തരം പറയും, മറ്റുള്ളവനെ പറ്റി അഭിഖ്യാതികൾ പറയും, മറ്റുള്ളവനെ ദൂഷിച്ച് പറയില്ല. ഇതൊക്കെ ചെയ്ത് പ്രിയമുള്ള ഇത് അക്രൈസ്തവ ഗോളത്തിൽ മാത്രമല്ല ക്രിസ്ത്യ ഗോളത്തിലുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ ഇതുണ്ട്. പ്രൈസിലെ അസൂയ എന്ന് പറഞ്ഞത്, അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള കാര്യം എല്ലായിടത്തും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വരുമ്പോഴാണ് എങ്ങനെ ഇവിടെ ഈ കാപട്യത്തിലേക്ക് നമ്മൾ കടന്നു വരുവാന്നൊക്കെ ഇടയാകുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള കപടത നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. പ്രൈസ് ദി ലോർഡ്. ആ കപടത എന്നുള്ള അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ജെനുവനായിട്ടുള്ളതായിട്ടുള്ള ഒരു സ്വഭാവത്തെ പറയാം, നീതിപൂർവ്വമായുള്ള ഒരു സ്വഭാവത്തെ പറയാം. നീതി നിറഞ്ഞാൽ പ്രിയമുള്ള സ്വർഗീയ കോടതി നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്വർഗീയ കോടതി, പിതാപുത്രൻ പരിശുദ്ധാത്മാവ് അടങ്ങിയതായുള്ള ഒരു സ്വർഗീയ കോടതിയുണ്ട്. ആ കോടതി നീതി മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആ പേര് നമ്മളെ പാപത്തിന്റെ ആ കരാള ഹസ്തത്തിൽ നമ്മളെ വിടിപ്പിച്ചിട്ട് നമ്മളെ നീതിമാന്മാരെന്ന എണ്ണിയെന്നുള്ള കാര്യം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. കൃപയാലല്ലോ നിങ്ങളേവരും വിശ്വാസത്താല് രക്ഷ പ്രാപിച്ചിരിക്കുന്ന. പ്രിയമുള്ള ആ ബോധമുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭക്തിയോടുകൂടി നമ്മൾ ജീവിക്കും. ദൈവത്തിന്റെ കൃപ എങ്ങനെ, അതാണ് ദൈവത്തിന്റെ കൃപയുടെ അഗാധത എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവന്റെ അവസാന തുള്ളി രക്തം വരെയും ചിന്തി ദൈവത്തിന്റെ ആ പ്ലാനും പദ്ധതിയും അത് പൂർണ്ണമായിട്ട് നിറവേറുന്നവരെയും പ്രൈസ് ദി ലോർഡ് തന്റെ മുഖം മറച്ചു കളഞ്ഞ് പുത്രന്റെ മേലെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളെ വീണ്ടെടുത്ത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് എനിക്കും വീണ്ടെടുക്കുവാൻ പ്രിയമുള്ള വീണ്ടെടുപ്പിന്റെ വില എത്ര വലുതാണെന്ന് ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് നിർവ്യാജമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് നമ്മൾ നാടകീയമായിട്ടുള്ളൊരു ക്രിസ്ത്യ ജീവിതമല്ല. കാണുമ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഭക്തിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വെളിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അക്രൈസ്തവരെക്കാൾ ഇതായിട്ട് എത്രയോ പേരുണ്ട് അങ്ങനെ പുതിയ
എന്നാൽ നമ്മളെ കൂട്ടത്തിലാകരുത്. കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മൾ ഭക്തന്മാരായിട്ട് ജീവിച്ച് കർത്താവിൻ്റെ ദാസം ഓർപ്പിച്ച പോലെ ഭക്തന്മാരായ ഭക്തിയുടെ ഗുണങ്ങൾ നിറഞ്ഞവരായിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെ നമ്മൾ ജീവിക്കണം. അപ്പൊ സ്വർഗീയ കോടതി നമ്മളെ വാഷ് ചെയ്യുന്നത് കൊണ്ട് അതാണ് അപ്പം മനസ്സിലാക്കേണ്ടത്. നീതി ന്യായം നടത്തുന്ന ഒരു കോടതിയാണ് നമുക്ക് രക്ഷ തന്നത്. ആ കോടതിയാണ് നമ്മളെ നീതിന്യായം വിധിക്കുന്നത്. ഇനിയും പ്രൈസ് ദി ലോർഡ്, അത് വിധിക്കുന്നത് കൊണ്ട് ആ കോടതി നമ്മളെപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ നടപ്പ്, എന്റെ നോട്ടം, എന്റെ ഭാവം, എന്റെ ജീവിതം, എന്റെ സംസാരം എല്ലാം മനസ്സിലാക്കുന്നത് പ്രൈസ് ദി ലോർഡ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ തെറ്റിപ്പോകാനായിട്ട് വഴിയുള്ള ഒരു കാര്യമാണ് നാവെന്ന് പറയുന്ന കാര്യം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പ്രൈസ് നാവ് നല്ലതാണെങ്കിൽ പ്രൈസ് ഈ മോഷണത്തിനും അതിനും ഇതിനെല്ലാം പ്രിയമുള്ളവർ നമ്മൾ ഒത്തിരി സെൽഫോൺ ഉപയോഗിക്കുന്നവരാണ്. ആ സെൽഫോൺ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഇത് ദോഷം ചെയ്യുന്നത് ഈ അതിന്റെ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ സംസാര ഇതിലെ ഫോണാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഇത്. പക്ഷെ ഇതിന് കടിഞ്ഞാണ് ഇടണമെന്നാണ് പറയുന്നത് പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാടകീയമായ ജീവിതത്തിലും നമ്മളെ അങ്ങനെ കടിഞ്ഞാടണം പ്രൈസ് ദി ലോർഡ്. ചുമ്മാതെ സംസാരിക്കുകയല്ല, അത് വാസ്തവമായിരിക്കണം പ്രൈസ് ദി ലോർഡ്. നിർത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുവാനായിട്ട് പോവുകയാണ്. ഒരു കർത്താവിന്റെ മഹത്വകരമായ വേല ചെയ്യുന്നതായിട്ടുള്ള ഒരു പാതിരി, അദ്ദേഹം ഒരു ഭവനത്തിലിങ്ങനെ ചെന്നപ്പോൾ ഒരു സ്ത്രീ ആ പാതിരിയെ സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ പരിചയമുള്ളവരാണ്, തന്റെ ചർച്ചിൽ പോകുന്നവരാണ്. അവിടെ ഇങ്ങനെ ഇരുത്തി നോക്കിയ ഈ ചെറിയൊരു ഒരു ഫുഡൊക്കെ കൊടുത്തു ആ സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച മൂലയ്ക്ക് ഒരു നല്ല ചെടി, മനോഹരമായ ഒരു ചെടി ഇരിക്കുന്നു. ചിലത് വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ വളരെ ഭംഗിയായിട്ട് നല്ല ഇതിന്റെ വേസ്റ്റൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലായി ഇത് റിയലായിട്ടുള്ള ഒരു ചെടിയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ അതിന്റെ പൂക്കളെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ളതായിട്ടുള്ള നോക്കിയാൽ നല്ല പൂവും അതുപോലെ തന്നെ അതിന്റെ കായും അതിന്റെ പൂത്ത് വരുന്ന ഭാഗവും അതിന്റെ പൂമ്പൊടി അതെല്ലാം അതുപോലെ തന്നെ തോന്നത്തക്ക രീതിയിൽ. അപ്പൊ അച്ഛന് വളരെ ഇഷ്ടമായിട്ട് അച്ഛൻ ചോദിച്ചു, മോളെ ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കമ്പ് അതിന്റെ എനിക്ക് മുറിച്ചു തരണമേ എന്ന് പറഞ്ഞു. അപ്പം ആ സ്ത്രീ ഒന്ന് ചിരിച്ചു. അച്ഛന് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞത്. പിന്നെ കാണിച്ചാൽ എന്താ ഇത്രയും മനോഹരമായ ചെടിയുടെ ഒരു കമ്പ്, ഒത്തിരിയും വലിയൊരു ചെടിയാണ്, അതിന് ചെറിയ കമ്പ് ഇങ്ങോട്ട് തന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അച്ഛൻ വീണ്ടും എന്താ മോളെ അതിന് കുഴപ്പം എന്താ, ഒരു കമ്പ് നിനക്ക് ഇത്രയും ഉണ്ടല്ലോ, എനിക്ക് ആ പൂ വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ ചെടിയുടെ എനിക്ക് ഈ ചെടി വളർത്തിയ പൂ ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു കമ്പ് എനിക്ക് മുറിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞു, അച്ഛാ അതിന് കാരണമുണ്ടെന്ന് പറഞ്ഞു. അത് തരാതിരിക്കാൻ ഒരു കാരണമുണ്ട്. അച്ഛന് കാപ്പി കഴിച്ചിട്ട് അടുത്ത് ചെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അതിന്റെ ഇലയും ചുവടും അതിന്റെ ആ മരം എല്ലാം വളരെ റിയൽ. അച്ഛൻ ചിന്തിച്ച പോലെ തന്നെ എല്ലാം റിയൽ ആയിട്ടുള്ളതാണ്, എല്ലാം വാസ്തവമായിട്ട് ഇലയാണ്. പിച്ച് നോക്കിയപ്പോൾ അതിന്റെ എല്ലാം വരുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതേ വെച്ചിരിക്കുന്ന പൂവുണ്ടല്ലോ, അത് ചെറിയ കമ്പി കൊണ്ട്, നൂൽക്കമ്പി കൊണ്ട് കെട്ടി അത് വെച്ചേക്കുകയാണ്. അപ്പൊ അച്ഛന് മനസ്സിലായി അത് പ്ലാസ്റ്റിക് ആണ്. ഈ റിയലായിട്ടുള്ള ഈ ചെടിയെ കൊണ്ട് കെട്ടിവെച്ചേക്കുന്നത് എന്താണ്? പ്ലാസ്റ്റിക് പൂവാണ്, മനോഹരമായ പ്ലാസ്റ്റിക് പൂവാണ്. ഈ സ്ത്രീ അത് ഒരാഴ്ച തോറും മാറും. ഒരാഴ്ച ആകുമ്പോൾ തനിക്ക് തൃപ്തിയില്ലാതെ ഇത് മാറിയിട്ട് വേറെ പ്ലാസ്റ്റിക് പൂ, വേറെ മനോഹരമായ പൂവ് അതിന് വേറെ കളറിൽ അവിടെ പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അച്ഛന് മനസ്സിലായി, അച്ഛന് മനസ്സിലായി. അപ്പൊ ഞാനീ പറഞ്ഞതിന്റെ സാരം റിയൽ ലൈഫിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. റിയലായിട്ടുള്ള മുന്തിരിവള്ളി, റിയലായിട്ടുള്ള അത്തിപ്പഴം, ഇതൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ യാതൊരു പ്രയോജനമില്ലാത്തതായിട്ടുള്ള അതേ പൂവുകൾ, കൃത്രിമമായിട്ടുള്ള അഭിനയത്തിൻ്റെതായിട്ടുള്ള മറ്റുള്ളവർ തോന്നത്തക്കുള്ള രീതിയിലാണെങ്കിൽ പ്രിയമുള്ളവർ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നടപ്പ് കണ്ടാൽ, നമ്മുടെ വസ്ത്രധാരണം കണ്ടാൽ, നമ്മുടെ രീതി കണ്ടാൽ, നമ്മുടെ സ്തോത്രം കേട്ടാൽ, നമ്മുടെ ഓരോന്ന് കേട്ടാലും പ്രിയമുള്ളവർ വാസ്തവത്തിൽ എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഏതാണ്? റിയലായിട്ടുള്ള ചെടിയിൽ റിയലായിട്ടുള്ള ഫലം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നിട്ട് സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾ നിർത്താൻ സമയമാകും. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. ഉയർത്തി നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ
ഇത് ഉയരത്തിലുള്ള ജ്ഞാനം എന്നാ, പരിജ്ഞാനത്തിന് കാര്യം പറയുന്നത്. അല്ല, പരിജ്ഞാനത്തിന് വേറൊരു വാക്യം കൊടുത്തതാണ്. അല്ല, സ്വർഗീയ കോടതി നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതി. അപ്പൊ ആ കോടതിയുടേതായിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം ഇത്. അല്ലെങ്കിൽ ഇത് വേറെ കടിഞ്ഞാനുള്ള വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ കടിഞ്ഞാനിട്ടതായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് വേറെ രീതിയിൽ നമുക്ക് കടിഞ്ഞാനിട്ടതായ ക്രിസ്ത്യ ജീവിതം, അല്ലെങ്കിൽ ഉയരത്തിനുള്ള ജ്ഞാനമോ, ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും, പിന്നെ ശാന്തതയും, പിന്നെ അനുസരണമുള്ളതും, പിന്നെ കരുണയുള്ളതും, സൽഫലം നിറഞ്ഞതും, പക്ഷാഭേദമില്ലാത്തവരും, പിന്നെ കാപട്യമില്ലാത്തതായിരിക്കണമെന്ന് ഇവിടെ പറയുന്ന പ്രൈസ് ദി ലോർഡ്. 1-2 വാക്യങ്ങൾ അതിനോട് ചേർന്ന് ഞാൻ വായിക്കാം. സദൃശവാക്യങ്ങൾ ഞാൻ പറഞ്ഞോ, നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു നിർത്തുകയാണ്, ആരും എടുക്കേണ്ട. സദൃശവാക്യങ്ങൾ 11-18. ദുഷ്ടൻ വൃഥാലാഭം ഉണ്ടാക്കുന്നു, നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, ദുഷ്ടഹൃദയത്തോടുകൂടി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണോ നീതിയുടെ ഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ആഗ്രഹം? സദൃശവാക്യക്കാരൻ പറയുകയാണ്, അങ്ങനെ അതിനുവേണ്ടി വിതയ്ക്കുന്നതിന് വാസ്തവമായിട്ടുള്ള പ്രതിഫലം കിട്ടും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32:17 നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. ഒന്നുകൂടെ വായിക്കുകയാണ്, നീതിയുടെ പ്രവൃത്തി സമാധാനം, നീതിയുടെ ഫലം ശാശ്വത വിശ്രാമം, നിർഭയതയും ആയിരിക്കും. അടുത്ത വേറൊരു വാക്യം ഞാൻ വായിക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഹോശായ 10:12 നല്ലൊരു വാക്യമാണ്, ശ്രദ്ധിച്ചോണം. നീതിയിൽ വിതപ്പീൻ. എവിടാ വിതയ്ക്കേണ്ടത്? നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്വീൻ. നീതിയിൽ വിതച്ചാൽ ദയക്കൊത്തവണ്ണം കൊയ്യും. ആർക്ക്? സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ചൊരിയുന്നാൾ ദയക്കൊത്തവണ്ണം കൊയ്യുവാൻ തക്കവണ്ണം. നിങ്ങൾ തരിശ് നിലം ഉഴുവീന്. നിങ്ങൾ ചിന്തിക്കുകയാണ്, എന്റെ നിലം തരിശാണ്, എന്നാൽ ഉഴുത്. ഈ ദൈവനെ കേൾക്കുമ്പോൾ ഈ കട്ടകളൊന്ന് ഉടഞ്ഞ് മറിഞ്ഞ് ഒന്ന് ഉഴുകുന്നതായുള്ള അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ തരിശീല ഉഴുവീന് ഹോവ നിങ്ങളുടെ മേലെ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. പ്രിയമുള്ളവര്, ഇതാണ് നല്ല സമയം. പ്രൈസ്തലോ, നമ്മളെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്ന വിഷയമാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ നീതിയുടെ ഫലം പുറപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ആ തരിശ് നില കട്ട ഒക്കെ ഒന്ന് ഉടച്ചിട്ട് ഉണ്ടല്ലോ, ദൈവവനെ കേട്ട് അതൊക്കെ നനഞ്ഞ് ഒന്ന് കുതിർന്ന് അവിടെ നല്ല ഫലമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഗലാത്യലേഖനം 6:8 ജഡത്തിൽ വിതയ്ക്കുന്നവൻ, നീതിയുടെയാണ് പറഞ്ഞത്, എന്നാൽ ഇനി ജഡത്തിൽ വിതയ്ക്കുന്നവനാണെങ്കിൽ ജഡത്തിൽ വിതയ്ക്കുന്നവന് ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ശരിയാ, എന്താ കൊയ്യുന്നത്? നാശം കൊയ്യും. ജഡത്തിൽ വിശ്വസിക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവന് ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. പ്രിയമുള്ളവരെ, എന്തോ നമുക്ക് വേണ്ടത്? നിത്യജീവിതമാണോ? നിത്യജീവനെയാണോ വേണ്ടത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജഡത്തില് ആണ് നമ്മൾ വിതച്ചിട്ടുള്ളതെങ്കിൽ ഇതുപോലെ കാലം പ്രിയമുള്ളവരെ അതൊരു തരിശു നിലത്തിന്റെ ആയുള്ള ഫലമില്ലാത്തതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ഇതുവരെ നടത്തിയെങ്കിൽ ആ തരിശു ഭൂമിയൊക്കെ ഒന്ന് ഉഴുത് ഒന്ന് ശരിയാക്കിയിട്ട് പ്രിയമുള്ള ഒന്ന് നനഞ്ഞ് ഒന്ന് കുതിർന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു നനവും ഒരു കണ്ണീരും ഒക്കെ ഉണ്ടാകണം. ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ദൈവം തന്നെ അവിടെ ഫലമുള്ളത്തക്ക രീതിയിൽ മുൻമഴയും പിന്മഴയും ഒക്കെ പെയ്തുണ്ടല്ലോ ഇത് നല്ല ഫലമുണ്ടാകുവാൻ. അതുകൊണ്ട് പ്രിയ നീതിയുടെ ഫലം അത് സമാധാനമാണ് അല്ലേ? ആ നീതിയുടെ ഫലം ഉളവാകുന്നൊക്കെ വേണം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കണം. നമുക്കെല്ലാവർക്കും ദൈവത്തെ ഒന്നുകൂടെ, ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുള്ളതാണ് അല്ലേ? ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട് ഹല്ലേലൂയ. നീതിയുടെ ഫലം ഉണ്ടാകുവാന്നൊക്കെ വേണം. എല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും ഞാൻ പോയതുപോലെ പണങ്ങി വരുന്ന കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. പ്രിയമുള്ളവരെ, ഭയഭക്തിയുള്ളവരായിട്ട് നീതിമാന്മാരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ.